കാസർഗോഡ് എരഞ്ഞിപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ ബന്ധുക്കളായ 3 കുട്ടികൾ മുങ്ങി മരിച്ചു. എരഞ്ഞിപ്പുഴ സ്വദേശികളായ റിയാസ്, യാസീൻ, സമദ് എന്നിവരാണ് മരിച്ചത്. അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ഫദ്ദാവർ. ഈ വാർത്ത കേട്ട ഞെട്ടൽ ഇനിയും മാറിയിട്ടില്ല. ഈ ഒരു ക്രിസ്മസ് അവധിക്ക് വിരുന്ന് വന്ന കുട്ടികളാണ്. ഈ കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ് എരിഞ്ഞിപ്പുഴ എന്ന് പറയുന്ന ഒരു പുഴയിലേക്കാണ്, ആ ഒരു പുഴയുടെ ഭാഗത്ത് വീട്ടിൻ്റെ അടുത്തുള്ളൊരു പുഴയാണ്, ആ പുഴയിലേക്കാണ് ഈ 3 മക്കൾ കുളിക്കാൻ വേണ്ടി വന്നത്. ഇവർക്കൊക്കെ 14, 13, 16 വയസ്സുള്ള കുട്ടികളാണ്. അപ്പോൾ അഷറഫ് എന്ന പേരുള്ള ഒരാളുടെ മകൻ മുഹമ്മദ് യാസീൻ എന്നൊരു 13 വയസ്സുള്ള ഒരു കുട്ടി, ആ കുട്ടിയും അതോടൊപ്പം അഷറഫിൻ്റെ സഹോദരൻ മജീദിൻ്റെ ഒരു സമദ് എന്ന പേരുള്ള ഒരു 14 വയസ്സുള്ള കുട്ടിയും, അതോടൊപ്പം ഈ അഷറഫിൻ്റെ സഹോദരി റംലയുടെ മകൻ റിയാസ് എന്നൊരു 16 വയസ്സുള്ള കുട്ടിയും +1 പഠിക്കുന്നത്. ഈ 3 പേരും ബന്ധുക്കളോടൊപ്പം അലക്കും കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എരിഞ്ഞിപ്പുഴ എന്ന് പേരുള്ള ഈ വലിയൊരു പുഴയിലേക്ക് വന്നത്. അതിൽ ഒരാൾ നീന്താൻ അറിയാത്ത ഒരാളാണ്, മറ്റാളുകൾക്കൊക്കെ നീന്തൽ അറിയാം. അങ്ങനെ ഒരാൾ പെട്ടെന്ന് ഈ ചുഴിയിൽ പെട്ടിട്ട് വെള്ളത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോൾ മറ്റു 2 പേര് രക്ഷിക്കാൻ ശ്രമിച്ചതാണത്രേ. പക്ഷേ ആ 3 പേരും ബന്ധുക്കളായ ഒരേ കുടുംബത്തിൽപ്പെട്ട സഹോദരങ്ങളുടെ മക്കൾ, സഹോദരിയുടെ മക്കൾ, ആ 3 പേരും മരണത്തിന് കീഴടങ്ങി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹു ആ മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ, രക്തസാക്ഷികളുടെ പദവി അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. വളരെ വലിയ സങ്കടം തോന്നിയൊരു വാർത്ത കണ്ടപ്പോൾ ഇതിലാദ്യം ഒരു കുട്ടിയാണ് മരണപ്പെട്ട് കിട്ടിയത്. മറ്റ് 2 കുട്ടികളെ ഒരല്പം ജീവൻ ബാക്കിയുണ്ടായിരുന്നു. പക്ഷേ അത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും മരണത്തിന് കീഴടങ്ങി. ഇവരുടെ കൂടെ ഇവരുടെ ഉമ്മയാണോ ബന്ധുവാണോ എന്ന് അറിഞ്ഞിട്ട് ഒരു സ്ത്രീ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടികൾ മുങ്ങിത്താഴുന്നത് കണ്ട് അവർ രക്ഷിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചതാണ്. പക്ഷേ അത് പൂർണ്ണമായിട്ട് കഴിഞ്ഞില്ല. പിന്നീട് ഫയർഫോഴ്സും സ്കൂബ ടീമൊക്കെ അവിടെ എത്തിയിട്ടാണ് ബാക്കി കുട്ടികളെ എടുപ്പിക്കുന്നത്. എന്നാലും ഉച്ചക്കൊരു 2:30 ഈ ഒരു സംഭവം ഉണ്ടായത്. ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്നവർ പക്ഷേ പലർക്കും ഈ സംഭവം, ഈ ഒരു നാട്ടിലുള്ള ആളുകൾക്ക് ആ പുഴയുടെ സ്വഭാവവും മറ്റൊക്കെ അറിയുന്ന ആളുകളുണ്ടാവും. അത്യാവശ്യം വളരെ വലിയൊരു പുഴയാണ്. ആ പുഴയുടെ ഭാഗത്ത് നല്ല ചുഴിയുള്ളൊരു പ്രദേശം കൂടിയാണ്. അപ്പോൾ ഇതിന് മുൻപും അവിടെ ഇത്തരത്തിൽ അപകടം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ പഞ്ചായത്തിൻ്റെ ആളുകൾ പറയുന്നത്. കഴിഞ്ഞ വർഷം ഇങ്ങനെയുള്ള ഒരു അപകടം ഉണ്ടായിരുന്നു. കുളിക്കാനിറങ്ങിയത് തന്നെയായിരുന്നു. ഇപ്രാവശ്യം കുളിക്കാനിറങ്ങിയ കുട്ടികൾ തന്നെയാണ്. ചുഴിയാണ് അടിയിൽ. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായിട്ട് അറിയേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ ഈ റോഡ് അപകടങ്ങളും അതേപോലെ മറ്റു പല അപകടങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഇതുപോലെ ദിവസവും ഈ മുങ്ങി മരണങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രാദേശികമായിട്ട് സംഭവിക്കുന്ന ഒരു പ്രാദേശിക വാർത്തയായിട്ട് മാറലാണ്. ഇതിപ്പോൾ ഒരു കുടുംബത്തിൽപ്പെട്ട 3 ആളുകളായതുകൊണ്ട് ഒരു വലിയ വാർത്താ പ്രാധാന്യം. ഇപ്പം ഇന്നലെ തന്നെ കണ്ണൂരിൽ 2 പേര് മുങ്ങി മരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ ഒരു 5 or 6 ആളുകൾ ഇത്തരത്തിൽ മുങ്ങി മരിച്ചിട്ടുണ്ട്. ഈ മുങ്ങി മരണം ഒഴിവാക്കാൻ നമ്മൾ ചെയ്യേണ്ടുന്ന ഒന്ന് ജാഗ്രത. ഒന്നാമതാണ് ശ്രദ്ധിക്കേണ്ടത്, നമുക്കറിയാത്ത പുഴയിലേക്ക് നമ്മൾ ഇറങ്ങാതിരിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, നീന്തൽ അറിയുന്ന ആളുകളാണെങ്കിൽ ആ പുഴയുടെയോ കുളത്തിൻ്റെയോ കോറിയുടെയോ സ്വഭാവം അറിയാതെ അതിലിറങ്ങരുത്. മറ്റൊന്ന്, ആരെങ്കിലും മുങ്ങി താഴുന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തു ചാടി രക്ഷപ്പെടുത്താൻ ശ്രമിക്കരുത്. രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ഉപകരണങ്ങൾ ഇട്ട് കൊടുക്കാൻ മാത്രമേ പാടുള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞാൽ സ്വന്തം കൂടപ്പിറപ്പാണ് ഈ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. ആദ്യം ആരാണ് അപകടത്തിൽപ്പെട്ടെങ്കിലും അതൊന്നുകിൽ സഹോദരൻ്റെ മോനാണ് അല്ലെങ്കിൽ സഹോദരിയുടെ മോനാണ്. അവിടെ മറ്റൊന്നും നോക്കുന്നില്ല, രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ ആ 3 പേരും ഈ വെള്ളത്തിൽ മുങ്ങിത്താഴുന്നു. മുമ്പ് അപകടം നടന്നൊരു സ്ഥലമാണ്. നമ്മൾ ഈ ഒരു അവധിക്കാലത്ത് തന്നെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ 1ഉം 2ഉം അല്ല സംഭവിച്ചിട്ടുള്ളത്. ഇപ്പം കഴിഞ്ഞ ഓണാവധിക്ക് തന്നെ ഇതുപോലെ കുടുംബം ഒന്നടങ്കം പോയിട്ട് സഹോദരിമാർ ഇത്തരത്തിൽ ഇതിൽ വീണ് മരണപ്പെട്ട ഒരു സംഭവം നമ്മൾ മാധ്യമങ്ങളിൽ വായിച്ചിരുന്നു. നമ്മളെല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യണം, ആ കുടുംബത്തിന് ക്ഷമ നൽകാൻ വേണ്ടി ദുആ ചെയ്യണം. ഇതിൽ ഈ റംല എന്ന് പറയുന്ന ഒരാളുടെ ഇപ്പോൾ ഈ വിരുന്ന് വന്ന ഈ +1 പഠിക്കുന്ന റിയാസ് മഞ്ചേശ്വരത്തുള്ളവരാണ്. അവരിങ്ങണ്ട് ഇപ്പോൾ ക്രിസ്മസ് അവധി ഇന്ന് ഞായറാഴ്ചയോടുകൂടി അവധി അവസാനിക്കുകയാണ്. തിങ്കളാഴ്ച നാളെ സ്കൂളും കോളേജൊക്കെ തുറക്കും. അപ്പം അതിന് മുൻപ് കുടുംബബന്ധം ചേർക്കുക, ആ കുടുംബത്തിലേക്ക് വിരുന്ന് വന്ന സന്തോഷമാണ് ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായത്. നമ്മളാണെങ്കിലും എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ വെള്ളം കണ്ടാൽ മക്കൾക്ക് നീന്തണം. ചെയ്യാവുന്നൊരു കാര്യം നമ്മുടെ പാഠഭാഗത്തിൻ്റെ ഭാഗമായിട്ട് നീന്തൽ പഠിപ്പിക്കുക എന്നുള്ളതാണ്. നീന്തൽ പഠിപ്പിക്കാൻ 4 വയസ്സിൽ പഠിപ്പിക്കണം എന്ന ഇതുമായി ബന്ധപ്പെടുന്ന ആളുകൾ പറയാം. അങ്ങനെ നന്നായിട്ട് 4 വയസ്സ് മുതലൊക്കെ നീന്തൽ പഠിപ്പിച്ച ആളുകളാണെങ്കിൽ കൂടി ഇന്ന സ്ഥലത്ത് നീന്തരുത് എന്നും കൂടി പഠിപ്പിക്കണം. നല്ല ഒഴുക്കുള്ള ഭാഗങ്ങളിൽ, അടിയൊഴുക്കുള്ള ഭാഗങ്ങളിൽ, അടിയിൽ ചേറുള്ള ചളിയുള്ള സ്ഥലങ്ങളിൽ ഇവിടെയൊന്നും നമ്മൾ നീന്തരുത്. പിന്നെ ഇത്രയും അപകടം നടന്നൊരു സ്ഥലത്ത് അവിടെ ഒരു ബോർഡ് പോലും വെച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഈ റോഡ് സേഫ്റ്റിക്കൊക്കെ ഒരുപാട്
ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്. ഇപ്പോൾ ഈ റോഡ് അപകടങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ എന്താണ് ചെയ്യേണ്ടത്, റോഡ് സുരക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥരും അതിന് ഫണ്ടും ഉണ്ട്. പക്ഷേ ഈ ജലാപകടങ്ങൾ സംഭവിക്കുമ്പോൾ അതിന് രക്ഷപ്പെടുത്താനുള്ള ഒരു മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാനോ ഇതിനൊന്നും ഒരാളില്ല. പ്രധാനമായിട്ടും ഇത്തരം അപകടങ്ങൾ നമ്മുടെ ഒരു അശ്രദ്ധ ഒരു കാരണമാണ്. ഒന്നാമതായിട്ട് നീന്തൽ അറിയാത്തവരുമായിട്ട് ഒരു കാരണവശാലും പുഴയിലേക്ക് ഇറങ്ങാൻ നമ്മൾ സമ്മതിക്കരുത്. രണ്ട്, നമ്മുടെ കയ്യിൽ ഇത് പുഴയാണ്, പുഴയുടെ സ്വഭാവങ്ങൾ ഇങ്ങനെയാണെന്ന് അറിയാവുന്നവരാണെങ്കിൽ അതിൻ്റെ എക്യുപ്മെന്റ്സ് വേണം. ട്യൂബ് മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഇല്ലാതെ ചെയ്യരുത്. ഇത് ചെയ്യുമ്പോഴാണ് ഈ ഒരു അശ്രദ്ധയോ അല്ലെങ്കിൽ അമിതമായ സാഹസികതയോ ഇതൊക്കെയാണ് പലപ്പോഴും ഇത്തരം അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നത്. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നലെ സ്കൂബ ടീമൊക്കെ പറയുന്നത് ശരിക്കും നമ്മൾ കൊണ്ടുപോകുന്ന മുതിർന്ന ഒരാളുകളുടെ അശ്രദ്ധയാണ് ഇത്തരം മരണങ്ങൾ ഇടയാക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഇതൊരു വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് മുങ്ങി രക്ഷപ്പെടുത്തിയ ഒരാളുകളെ രക്ഷിക്കേണ്ടുന്ന ഒരു കോഴ്സ് പോലും നമ്മുടെ മക്കൾക്ക് ലോകത്തുള്ള ഭൂമിയെക്കുറിച്ച്, ആകാശത്തെക്കുറിച്ച്, കാറ്റിനെക്കുറിച്ച്, കാറ്റെങ്ങനെ ഉണ്ടാകുന്നു, മണ്ണെങ്ങനെ ഉണ്ടാകും, ഇതൊക്കെ പഠിക്കും. പക്ഷെ അറ്റ്ലീസ്റ്റ് നീന്താൻ അറിയില്ല. ഈ നീന്തുന്നതൊരു പാഠ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്ന ഒരു സിസ്റ്റം പലപ്പോഴും നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നല്ലാതെ ഇത് കൃത്യമായിട്ട് എവിടെയും പാലിക്കില്ല. ഇവർ നേരെ +2 പഠിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ നീന്തൽ അറിയുന്നവർക്ക് ഇത്തരം സ്കോർ മാർക്ക് ഉണ്ട് എന്ന് കാണുമ്പോൾ ഒരു കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുകൊടുക്കുന്നു. അങ്ങനെ നീന്തലിൻ്റെ മാർക്കിൽ ഒരു സ്കോർ കിട്ടിയിട്ട് നമ്മൾ പ്രവേശനം നേടാന്നല്ലാതെ ഒരെണ്ണത്തിന് പഴയ തലമുറയിലെ ആളുകൾക്കാണെങ്കിൽ ഇപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിലും വീടിൻ്റെ അടുത്തൊക്കെ കുളങ്ങളൊക്കെ മറ്റുള്ളത് കൊണ്ടൊക്കെ കൃത്യമായിട്ട് നീന്തിയിരുന്നു. ഇതിപ്പോൾ ഒരു കുളത്തിൻ്റെയും കോറിയുടെയും മാത്രം പ്രശ്നമല്ല. വീട്ടിലാണെങ്കിലും ചെറിയ കുട്ടികൾ ബക്കറ്റിൽ വീട് മരണപ്പെടുന്ന സന്ദർഭം നമ്മളിപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചക്കിടയിൽ 3 കേസുകൾ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഇതിനിപ്പോൾ പുറത്തും പോകണ്ട, ചെറിയ കുട്ടികളാകുമ്പോൾ പിന്നെ ചില വിശ്വാസങ്ങളുണ്ട്. ഉച്ച സമയത്ത് ജലത്തിൽ എന്തോ ഒരു ശക്തിയുണ്ട്. ആ ഉച്ച സമയത്ത് വെള്ളത്തിൽ ഇറങ്ങരുത് എന്നുള്ളത് പഴമക്കാർ പറയലുണ്ട്. അത് കുളത്തിലാണെങ്കിലും പുഴയിലാണെങ്കിലും നട്ടുച്ച നേരത്തെ ഇറങ്ങരുത് എന്നുള്ളത്. ഒരു 2:30 മണിക്കാണ് ഈ അപകടം നടക്കുന്നത്. ആ സമയത്ത് ഒരു പക്ഷേ നമ്മുടെ ശാരീരികമായുള്ള പ്രശ്നങ്ങളാവാം, നമുക്ക് കൂടുതൽ നീന്താനും ഫോഴ്സ് ഉപയോഗിക്കാനും പറ്റാതാവാം. പക്ഷെ പഴമക്കാർ പറയുന്നതല്ല, ഏതൊരു ജലത്തിൽ ശക്തി, ആ ശക്തി നമ്മളെ പിടിച്ചു വലിക്കും, പുഴയിലേക്ക് പിടിച്ചു വലിക്കും. ഏതായാലും അതൊരു അന്ധവിശ്വാസമാണോ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അങ്ങനെ പറഞ്ഞു കേൾക്കാം. എൻ്റെ വല്യമ്മൊക്കെ പണ്ട് ഇങ്ങനെ പറയും, കുളത്തിൽ കുളിക്കാൻ ഉച്ചക്കാണെങ്കിൽ പോകേണ്ട, ഒന്നുകിൽ രാവിലെ കുളിക്കുക അല്ലെങ്കിൽ വൈകിട്ട് കുളിക്കുക. ഏതായാലും മൈപ്പ് മാറുന്നതിന്, അതായത് മഗ്‌രിബിന് മുൻപായിട്ട് കുളിച്ച് കയറാം, രാത്രിയിൽ പാടില്ല. ഇങ്ങനെ പഴമക്കാർക്ക് കുറേ വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. ഈ വിശ്വാസത്തിൻ്റെ ശരിയും ശരികേടുമല്ല. പക്ഷേ സയൻറ്റിഫിക്കലി ഈ ഉച്ച സമയത്ത് നമ്മുടെ ശാരീരികമായുള്ള കുറച്ച് പ്രശ്നങ്ങൾ നമുക്ക് രാവിലെ നീന്തുന്നത് പോലെ നീന്താൻ പറ്റിക്കൊള്ളുന്നില്ല. പിന്നെ വെള്ളത്തിൻ്റെ ഉള്ളിലെ അടിയിലെ ചൂടും തണുപ്പൊക്കെ നമ്മളെ സ്വാധീനിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് നീന്തൽ അറിയാവുന്ന ആളുകളാണെങ്കിൽ കൂടി ഇറങ്ങുന്ന കുളത്തിൻ്റെയും കോറിയുടെയും പുഴയുടെയും ഒക്കെ സ്വഭാവം അറിഞ്ഞിട്ടേ ചെയ്യാവൂ എന്നുള്ളത്. നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവരുത്. അള്ളാഹു ആ മരണപ്പെട്ട ആളുകൾക്ക് രക്തസാക്ഷികളെ പദവി കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ചോദ്യത്തിന്റെ ഉത്തരം ഈജിപ്ത് എന്നാണ്. അലക്സാണ്ട്രിയയുടെ തലസ്ഥാനം ഈജിപ്താണ്. നമ്മൾ ഇന്നത്തെ ചോദ്യം പറയും മുൻപ് നൂറെ ഹബീബ് എന്ന് പറയുന്ന ഒരു പരിപാടി ഒരു പക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്ന ഒരു ഓൺലൈൻ മജ്‌ലിസ് പരിപാടിയാണ് ഈ നൂറെ ഹബീബ് എന്ന് പറയുന്നത്. ഇന്നിതാ അദ്ദേഹത്തിന്റെ ഒരു പരിപാടിയുടെ മാതൃഭൂമി പത്രത്തിൽ ലക്ഷങ്ങൾ കൊടുത്തതിന് ബാക്ക് പേജ് ഫുള്ളൊരു പരസ്യം. ആ പരസ്യം 6ാമത് സമൂഹ വിവാഹമാണ്. ഒരുപാട് വിമർശനങ്ങളൊക്കെ ഏൽക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾ എതിർത്തിരുന്നു. പക്ഷേ അദ്ദേഹം ഒരുപാട് സേവനങ്ങൾ, ഒരുപാട് പാവങ്ങളുടെ വിവാഹ കാര്യങ്ങൾ, വീട് നിർമ്മിച്ചു കൊടുക്കുക, ഇങ്ങനെ ഒരുപാട് ചാരിറ്റി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരം. അപ്പോൾ ആ ഒരു പരസ്യത്തിൽ പറയുന്നത് 50ഓളം ആളുകൾക്ക് ജാതി മത വ്യത്യാസമന്യേ അവരുടെ സമൂഹ വിവാഹം നടത്തി കൊടുക്കുന്നു. അതോടൊപ്പം 2 കോടി രൂപ ചെലവഴിച്ചിട്ട് പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്നു. ഇങ്ങനെ അതിലൊരുപാട് പേര് പങ്കെടുക്കുന്നുണ്ട്. അതിൽ എന്താ പറയുക, ഒരുപാട് സയ്യിദന്മാർ പങ്കെടുക്കുന്നുണ്ട്. മത, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ ആളുകളൊക്കെയാണ് ഈ 6ാമത് സമൂഹ വിവാഹത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയാണ്. ഒരു ഭാഗത്ത് ഒരു കാലത്ത് വളരെ രൂക്ഷമായ സൈബർ ആക്രമണങ്ങൾ നടന്നിരുന്ന ഒരു തങ്ങളാണ് ഈ ഒരു നൂറെ ഹബീബിന്റെ ഒരു പരിപാടി. ഒരുപാട് സ്ത്രീകളെ കല്യാണം കഴിച്ച് പറ്റിച്ചു എന്നും അങ്ങനെ എന്തൊക്കെയോ രീതിയിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ആ എതിർപ്പുകളൊക്കെ അവഗണിച്ചിട്ടാണ് നൂറെ ഹബീബ് തങ്ങളുടെ ഈ ട്രസ്റ്റ് ഉപയോഗിച്ചിട്ട് ഒരുപാട് അദ്ദേഹത്തിന്റെ ഭാഷയിൽ കൂടപ്പിറപ്പുകൾ. അപ്പൊ അദ്ദേഹത്തിന്റെ ശൈലിയോട് പലപ്പോഴും എനിക്കും വിയോജിപ്പുണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആരെയും എന്താ പറയാ സൈബർ ആക്രമണത്തിനൊന്നും നമ്മൾ നിന്നിട്ടില്ല. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഈ സമൂഹ വിവാഹം നടത്തുകയും ഒരുപാട് പാവങ്ങൾക്ക് ചാരിറ്റി ചെയ്യുകയും ചെയ്യുന്നുള്ളൊരു പരസ്യം കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അപ്പോൾ വീട്ടിൽ സുപ്രഭാതം പത്രം വരാറുണ്ട്, അതിൽ ഈ ഒരു പരസ്യം കാണുന്നില്ല. ഏതായാലും മാതൃഭൂമി പോലെയുള്ള ഒരു പത്രത്തിന് ഒരു ബാക്ക് പേജ് ഫുൾ കളർ പരസ്യം കൊടുക്കണമെങ്കിൽ ലക്ഷങ്ങൾ കൊടുക്കണം. ഏതായാലും അദ്ദേഹത്തിന്റെ സേവനം ജനങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതിൻ്റെയും ആ
ആ ഒരു ചാരിറ്റി വിജയിക്കുന്നു എന്നുള്ളതിൻ്റെയും ഉദാഹരണമാണ്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഈ നൂറെ ഹബീബ് എന്ന് പറയുന്ന പരിപാടി കാണുന്ന ആളുകളുണ്ടോ? ഇന്ന് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഇന്നാണ് ആ സമൂഹ വിവാഹ ചടങ്ങ് പങ്കെടുക്കുന്നത്. അതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് വിവരങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണേ. നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മുടെ ഒരു മുൻ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം അന്തരിച്ചിരുന്നു, ഡോക്ടർ മൻമോഹൻ സിംഗ്. ഈ മൻമോഹൻ സിംഗ് ജനിച്ചത് എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. ഏത് രാജ്യത്താണ് മൻമോഹൻ സിംഗ് ജനിച്ചത്? ഒന്ന് ഇന്ത്യ, മറ്റൊന്ന് പാകിസ്ഥാൻ. ഏതാണ് ശരി ഉത്തരം എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.